ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ഡേ 23 ഓഫ് അവർ മാജിക് ഡേ പ്രാക്ടീസ്. അപ്പോൾ ഇത്രയും ദിവസം കൃത്യമായി ചെയ്തവർക്ക് ഓൾറെഡി നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊന്ന് കോമെൻറ്റിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ടെക്നിക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ പലരും ഇത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിനെ തന്നെ നിലനിർത്തുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. എന്താണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? ഇത് നിലച്ചാൽ നമ്മുടെ ജീവിതം ഇല്ല. നമ്മുടെ ശ്വാസം, അല്ലേ? ആ ശ്വാസം നമ്മൾ ശ്വസിക്കുന്ന വായു. അപ്പോൾ പലരും വായിച്ചിട്ടുണ്ടാവാം, നോർത്തിൽ ഡൽഹിയിലൊക്കെ വിൻ്റർ ടൈമിൽ ഭയങ്കര പൊല്യൂട്ടഡ് എയറാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കൃതജ്ഞത കൊടുക്കേണ്ടതല്ലേ, നന്ദി കൊടുക്കുന്നതല്ലേ? നമ്മൾ എത്രയും സേഫായിട്ടുള്ള, അതായത് ജീവിതശ്വാസം എന്ന് പറയുന്നത് വളരെ അമൂല്യമായിട്ടൊരു ഗിഫ്റ്റാണ്. ഒരു ശ്വസിക്കുന്ന വായുവിൽ ഭയങ്കര പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിലും ഭീകരമായ ഭയാനകമായ ഒരു സംഭവമില്ല, അല്ലേ? സ്കൂൾസ് വരെ അവിടെ അടച്ചിട്ടുണ്ട്, കാരണം കുട്ടികൾക്ക് പുറത്തു പോയാൽ അത് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വളരെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് അഥവാ നമുക്ക് ശ്വസിക്കുന്ന വായു, ശുദ്ധവായു നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെയിലി രാവിലെ എണീറ്റതും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, താങ്ക് യു ഫോർ ദ മാജിക്കൽ എയർ ഐ ബ്രീത്ത്. ഓക്കെ, ഈ ഒരു വാചകം ഒരു 5 പ്രാവശ്യം ഡീപ്ലി ശ്വാസം എടുത്തുകൊണ്ട്, അത് നമ്മൾ ദീർഘശ്വാസം വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് റിലാക്സ് ആവും. അപ്പം നമ്മുടെ ദിവസം തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും പോവും. അപ്പോൾ രാവിലെ എണീറ്റതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിൽ, ഓടിച്ചാടി ഓരോന്ന് ചെയ്യാതെ നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ മറക്കാൻ പാടാത്തൊരു കാര്യമാണ് എയറിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, നമ്മുടെ വായുവിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾക്കത് ചെയ്യാം, കുറച്ചും കൂടെ കണക്റ്റഡ് ആവാൻ വേണ്ടി. ദീർഘശ്വാസം എടുക്കുക, താങ്ക് യു, ഓക്കെ, ഫോർ ദ മാജിക്കൽ എയർ ഐ ബ്രീത്ത്, താങ്ക് യു. അതൊരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു ഫീലിംഗ് നമുക്ക് സിങ്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓതർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 5 പ്രാവശ്യം നിങ്ങൾക്ക് സമയമില്ല എന്നൊന്നും പറയണ്ട. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രാവശ്യം രാവിലെ, ഉച്ചയ്ക്ക്, ഒരു ലഞ്ച് ബ്രേക്കിന് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത്, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് വൈകുന്നേരം സമയം കിട്ടുവാണെങ്കിൽ അത് ചെയ്യുക. അത് തുറന്ന സ്ഥലത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ്. ഒരു ടെറസിലോ ഒക്കെ രാവിലെ ഞാൻ നേരത്തെ എണീക്കുമ്പോൾ ടെറസിൽ പോയിട്ട് ഭയങ്കര കൂൾ ആയിരിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്, മാജിക്കൽ സ്റ്റെപ്സ് ചെയ്യുന്നതോട് കൂടെ തന്നെ എൻ്റെ ഒരു റുട്ടീൻ റിച്വലാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഇൻസ്റ്റൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ശ്വാസം മുട്ടൽ കാരണം ഭയങ്കര അസ്വസ്ഥത തോന്നിയത്. അപ്പോൾ ഞാൻ ചാർധാം യാത്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. യമുനോത്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഹൈക്ക് ചെയ്യേണ്ട ഒരു 5 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. ചിലവരൊക്കെ കുതിരപ്പുറത്ത് പോകുന്നുണ്ട്, കുറച്ച് വയസ്സായവരൊക്കെ. അപ്പം ഞാനും നമ്മുടെ ഗ്രൂപ്പിലുള്ള 1-2 പേര് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നാരോ ലെയിൻസ് ആണ്. അതായത് അവിടെ ഒരു കഷ്ടം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നാരോ ലൈനിൽ പോവാനും വരാനും ഒരേ വഴിയാണ്. ആൾക്കാർക്ക് ഇറങ്ങാനുള്ള വഴിയും കയറാനുള്ള വഴിയും ഒന്നാണ്. അപ്പോൾ അത് ഭയങ്കര തിരക്കുള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ നടക്കുന്ന ഇപ്പുറത്ത് ഫുൾ റിവേഴ്സ്, പുഴ, താഴെ വീണാൽ കഴിഞ്ഞു. ഈ ഭാഗത്താണെങ്കിൽ കൂറ്റൻ മലകളാണ്. ഓക്കെ, ആ റോക്ക്, അപ്പോൾ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരു വീതി ആണത്. അപ്പോൾ ആദ്യമൊക്കെ നടക്കുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കയറ്റമാണല്ലോ, അത് ഫുൾ കയറ്റമാണ്. അതായത് യമുനോത്രി എന്ന് പറയാൻ യമുനയുടെ ഉത്ഭവിക്കുന്ന സ്ഥലം. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ യമുന നദിക്ക് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അത് കയറി 3 കിലോമീറ്റർ കഴിഞ്ഞതും എനിക്ക് മതിയായി. എനിക്ക് കരച്ചിലൊക്കെ വരാൻ തുടങ്ങി, കാരണം ശ്വാസം കിട്ടുന്നില്ല അത്രയും ഹൈറ്റിൽ കയറിയിട്ട്. അത് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ഒരേ ലൈനിൽ നമ്മൾ നടക്കണം. ഫ്രണ്ടിലൊന്നും ആർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നവർ കുറച്ച് ഫ്രണ്ടിൽ പോയി. എനിക്ക് അവരെ കാണാനും പറ്റുന്നില്ല. ആ ഒറ്റയ്ക്ക് പെട്ടുപോയ ആകെ കൂടെ ഒരു ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത്. ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ മെല്ലെ മെല്ലെ സൈഡിൽ പിന്നെ ചെറിയ ചുടുവെള്ളം തരുന്നതും ചായ കുടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ബ്രേക്ക് എടുത്ത് ഈശ്വര അതിനെ തിരിച്ചെത്തുമെന്നുള്ള ഡൗട്ടായി. കാരണം ഒരു ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ അവർ ഇറങ്ങുന്നവർ ചിലവർ കുതിരപ്പുറത്താണല്ലോ, ഞാൻ പറഞ്ഞില്ലേ, വയസ്സായവരും ചിലവരൊക്കെ കുട്ടികളൊക്കെ കുതിരപ്പുറത്ത് വന്നവർ, അവരുടെ ഇടി,
ഓക്കെ, അവർ വേണം വെച്ചിട്ടല്ല, പക്ഷെ ആ കുതിര വരുമ്പോൾ അവരുടെ കാല് വന്ന് നമ്മുടെ കയ്യിലോട്ട് അടിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി സൈഡിൽ കൂടെ നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പാറയുടെ സൈഡാണ്. അപ്പോൾ നമുക്ക് പാറയുടെ സൈഡിൽ ഉരുതിക്കൊണ്ട് വേണം നടക്കാൻ. ഭയങ്കര ഒരു എന്താ പറയുക അനുഭവമായിരുന്നു. അന്ന് ഞാൻ വിളിക്കാത്ത ദൈവമില്ല. ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ അതുവരെ ചെയ്ത എല്ലാ പാവങ്ങളും ആ ഒരു യാത്രയിൽ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അത്. ആ സമയത്താണ് ഞാൻ എൻ്റെ ലങ്സ് ഇത്രയും സ്ട്രോങ് അല്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ പ്ലെയിൻസിലാണ്, അതായത് ഇങ്ങനെ ഹൈക്കിങ്ങും ട്രെക്കിങ്ങും ഒന്നും ചെയ്യണ കൂട്ടത്തിലല്ല ഞാൻ. അതെൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമായിരുന്നു. അത് കയറുമ്പോഴാണ് ശ്വാസത്തിൻ്റെ ആ വാല്യൂ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 3 കൊല്ലം മുമ്പായിരുന്നു ഈ ഒരു ഇത് കോവിഡൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ആ സമയത്ത്. അന്ന് തൊട്ട് ഞാൻ മനസ്സിലാക്കി നമ്മുടെ ശ്വാസം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര നിസ്സാരമായി നമ്മൾ ഒരിക്കലും നന്ദി പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് ഈ പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. ഓഥർ പറഞ്ഞൊരു കാര്യമാണ്, 5 times today stop and think about the glorious air that you breathe. Take 5 deliberate breaths and feel the feeling of the air moving inside your body and feel the joy of breathing it out. After you have taken the 5 breaths, say the magic words, "Thank you for the magical air that I breathe." Be as grateful as you can for the precious, life-giving air that you breathe. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായൊരു ടെക്നിക്കാണ്. നമ്മുടെ പഞ്ചഭൂതങ്ങളെ 5 എലമെൻസിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സൺലൈറ്റ്, വാട്ടർ, എയർ, എല്ലാം, എർത്ത്, ഭൂമിദേവി, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഴുന്നേറ്റതും നമ്മൾ ഈ 5 എലമെൻസിനോട് നന്ദി പറയാം. നമ്മൾ ഹൃദയത്തിൽ കൈവച്ച് താങ്ക് യു ഫോർ ദ എയർ, മാജിക്കൽ എയർ ഐ ബ്രീത്ത് എന്നൊരു 5 പ്രാവശ്യം ആ ഫീലിങ്ങോട് കൂടെ, അതായത് നമ്മുടെ പ്രപഞ്ചശക്തിയായിട്ടും നമ്മുടെ ജീവശ്വാസമായിട്ടും കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന് പോലും നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. നമ്മുടെ ജീവശ്വാസത്തിന്, നമ്മുടെ ലങ്സിന് എല്ലാം ഒരുമിച്ച് ഇൻക്ലൂസീവായിട്ട് നന്ദി പറയാം. ആൻഡ് യു വിൽ സീ നിങ്ങളുടെ ഡേ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും പോകും. കാരണം നിങ്ങൾ ഓൾറെഡി ദീർഘശ്വാസം എടുത്ത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാമാക്കി. ഓക്കെ, സോ പ്രാക്ടീസ് ദിസ് മാജിക്കൽ ടെക്നിക്. കോമെൻറ്റ് ചെയ്യാം ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ബൈ ബൈ.